അവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല, വായിച്ചു. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞാന്മാരും ആകണം. തിന്മയ്ക്ക് അജ്ഞാനികളും ആകണം. ഒന്ന് സൂക്ഷിക്കണം, രണ്ട് നിങ്ങളാകണം. എന്താകണം? നന്മയ്ക്ക് എപ്പോഴും നമ്മൾ പോസിറ്റീവായിരിക്കണം. തിന്മയ്ക്ക് എന്തായിരിക്കണം? നോ. സ്തോത്രം എന്ന് പറഞ്ഞ നന്മയ്ക്ക് നമ്മൾ യേശു പറഞ്ഞോണം, തിന്മയ്ക്ക് എന്ത് ചെയ്യണം? നോ പറഞ്ഞോണം. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് വിവേചിച്ചറിയാൻ ഒരു ദൈവ പൈതലിന് കഴിഞ്ഞില്ലെങ്കിൽ അവൻ്റെ ആത്മീയ ജീവിതം പരാജയപ്പെട്ടു പോകും. പറയുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും നന്മ ഉളവാക്കുന്നതാണോ അത് തിന്മയ്ക്കായി ഭവിക്കുന്നതാണോ എന്ന് വിവേചിച്ചറിഞ്ഞിട്ട് തിന്മയ്ക്കായി ഭവിക്കുന്നു എങ്കിൽ അതിൽ നിന്ന് വിട്ടൊഴിഞ്ഞുകൊള്ളണം. കാരണം 2023 പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു വർഷമാണ്. ദൈവകൃപയുണ്ടെങ്കിലേ നിൽക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ഗോഡ്. അപ്പോൾ രണ്ടു കാര്യങ്ങൾ അവിടെ പറയുന്നു. പ്രൈസ് ഗോഡ്. എന്നിട്ടാണ് നാം വായിച്ച വാക്യത്തിൽ വന്നു നിൽക്കുന്നത്, സമാധാനത്തിൻ്റെ ദൈവം നമ്മളോട് കൂടെ ഇരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഈ റോമാലേഖനം നമ്മെ വീണ്ടും ആവർത്തിച്ച് ഓർപ്പിക്കുന്നത്, സ്തോത്രം, സുവിശേഷമാണ് നമ്മെ രക്ഷിച്ചത്, അല്ലേ? ഹല്ലേലൂയ.